ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, ഇത് ഏത് തരത്തിലാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇത് ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇക്കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള മെസ്സേജ് ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ കൊച്ചിയിൽ നിന്നൊരു 38 നോട്ടിക്കൽ മൈൽ അകലെ ആണ് ഈ സംഭവം നടന്നത്. MSCയുടെ എൽസ എന്ന് പറയുന്ന ഷിപ്പിൽ നിന്നാണ് ഒരു കണ്ടെയ്നർ വെള്ളത്തിൽ വീണത്. ആ കണ്ടെയ്നർ ഉണ്ടായിരുന്ന ഉള്ളടക്കം എന്താണെന്നുള്ളത് പരിശോധിക്കാനും അതിൽ നിന്ന് ഷിപ്പിനോ മറ്റിതിനുള്ള വരും പ്രത്യാഘാതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും എല്ലാം കോസ്റ്റൽ ഗാർഡും സെക്യൂരിറ്റി വിങ്ങും എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. കാര്യത്തിൽ അവർ ജാഗ്രതയോടെ നീങ്ങുന്നുണ്ട്. എന്നാലും പൊതുജനങ്ങൾക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഈ കാര്യത്തിൽ ആ പ്രദേശത്തുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും അങ്ങോട്ട് യാത്രയായി പോകുന്നവരും എല്ലാം താൽക്കാലികമായി ആ യാത്രകളും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ, ഇതിപ്പോ കൊച്ചി ഭാഗത്തേക്കാണല്ലോ, അതായത് ഒരു മധ്യ കേരളം തൊട്ട് അങ്ങോട്ട് അല്ലെ, ഒരു വടക്കൻ കേരളം വരെ, അത് അത്രയും ഭാഗത്തേക്ക് ഈ ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? എത്ര കേരളം തീരം മുഴുവൻ ഈ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിയാണോ? ഇല്ല. ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞത് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം. 1.8 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ കിലോമീറ്റർ തന്നെ പൂർത്തീകരിച്ച് പറയണത് വന്നത്. ഇതിപ്പോ തീരത്തെത്തിയാൽ അത് തുടരുത് എന്നടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അധികൃതർക്ക്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പ്ലോസീവ് സാധ്യതയുണ്ടോ? അങ്ങനെ ആശങ്കപ്പെടുന്നുണ്ടോ? അല്ല, അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിന് പരിശോധിക്കാൻ വേണ്ടിയുള്ള എല്ലാ കൂട്ടരും നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അവരുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് പറയാം. മിനിസ്റ്റർ, അതോടൊപ്പം ഈ ഇതിനകത്ത് കുടുങ്ങിയിരിക്കുന്ന ജീവനക്കാരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം അത് ഏത് തരത്തിലാണ്? നമുക്ക് അതുകൊണ്ട് തന്നെ അത് തന്നെ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന കടലിലെ വിങ്ങുണ്ട്, അവരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കോസ്റ്റൽ ഗാർഡ്സ് ഉണ്ട്. പിന്നീട് ഇതിൽ സെക്യൂരിറ്റി സംവിധാനത്തിൽ ഇടപെടുന്ന കൂട്ടർ ഇവരെല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ട് അവരെല്ലാം സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ വെച്ച് അത് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ, അല്ലേ? അതെ, നടക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങൾ അവർ പോയിട്ടുള്ള ആളുകൾ തിരിച്ച് മെസ്സേജ് തന്നു കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങൾ പറയാം. ഓക്കെ, നന്ദി മിനിസ്റ്റർ. മന്ത്രി വി എൻ വാസവനാണ് പ്രതികരിച്ചത്. ഇതിൽ 38 നോട്ടിക്കൽ മൈലിന് ചുറ്റുഭാഗമുള്ള പ്രദേശമാണ് ജാഗരൂകമായിട്ടിരിക്കേണ്ടത്. ഇതുവരെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്ന സംവിധാനങ്ങൾ കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ കഴിയും. പക്ഷേ അപ്പോഴും തീരത്ത് അടിയുന്ന സാധനങ്ങൾ തുടരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക പരത്തുന്ന വിഷയമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടി ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുകൂടി മന്ത്രി പറയുന്ന ഒരു സ്ഥിതിഗതികൾ കൂടി. വി അരുൺ തുടരുമ്പോൾ, അരുൺ, ഇതിനകത്ത് ഇത് വളരെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു വാർത്ത ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമില്ല. ഇതെങ്ങനെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ടാക്കിൾ ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ആളപായം ഉണ്ടാകാതെ നോക്കേണ്ട ഒരു സാഹചര്യം, ആശങ്ക വർദ്ധിക്കാതെ നോക്കേണ്ട ഒരു സാഹചര്യം ഏത് തരത്തിൽ കാണുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി പറയുന്നത് തന്നെയാണ്. ഇതിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് സർക്കാർ ഇപ്പോൾ മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കുന്നത്. ഇതിൽ നിന്നുള്ള കണ്ടെയ്നർ ഉള്ളിലുള്ള ഓയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ പുറത്തു പോയി അപകടം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അത്തരമൊരു സന്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു ഫീഡർ ബസ്സിലാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതിലുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആ രീതിയിൽ പുരോഗമിക്കുന്നു. ഇത് ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ്, ഫീഡർ വെസലാണ്. അതാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിനുള്ളിലുള്ള എന്തൊക്കെയാണ് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഇനി കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും മറൈൻ ഓയിൽ അതിലുണ്ടായിരുന്നു എന്ന കാര്യം, ഫ്യുവൽ ഓയിൽ അതിലുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അത് അപകടകരമായ വസ്തുവാണ് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ഒരു തരത്തിലും അതുമായി സമ്പർക്കത്തിൽ ഏർപ്പെടരുത്. അത് സ്വാഭാവികമായി അത് കടലിൽ കലർന്നാൽ അത് ഈ എണ്ണപ്പാടകൾ പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെടാം. അത്തരം വിവരങ്ങളുള്ള സ്ഥലങ്ങളിൽ അത് കോസ്റ്റ് ഗാർഡിനെയോ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതിനും അപ്പുറത്തേക്കുള്ള കാര്യമുള്ളത് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. അതും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അരുൺ, ഓക്കെ, ഞാൻ തിരികെ എത്താം. നവമി ആ തരത്തിൽ, അതായത് കേരള തീരം മുഴുവൻ ആശങ്കയുടെ സാഹചര്യത്തിലല്ല എങ്കിലും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഈ സജ്ജീകരണങ്ങൾ കൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ മന്ത്രിക്കുണ്ട്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? ഓക്കെ, നവമിയിലേക്ക് വരാം. ഏതായാലും മന്ത്രി പറഞ്ഞത്
നമ്മൾ സുസജ്ജമാണ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഇങ്ങനെയൊരു തീരപ്രദേശത്ത് ഈ തരത്തിലുള്ള ഒരു ജാഗ്രതയിലേക്ക് പോയൊരു സാഹചര്യമില്ല. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റി വേണ്ട വിധം ഇടപെട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നറിയുന്നു. ആളപായം ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലായിടത്തേക്കും മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. അരുൺ, അത് സ്ഥിരീകരിക്കാം അല്ലേ? ആ തരത്തിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും മുന്നറിയിപ്പ് പോയിട്ടുണ്ട് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട്.